എല്ലാവർക്കും നമസ്കാരം. അയ്യോ ഒന്നും പറയാനില്ല. സബ്സ്ക്രിപ്ഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ എന്തൊക്കെയോ എവിടെയൊക്കെയോ പുറത്ത് വിടുന്നതൊക്കെ കണ്ടു ഞാനേ കണ്ടോളൂ. ഒന്നും പറയാനില്ല. എല്ലാ മക്കൾക്ക് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോൾ മാത്രമേ ഒരു സമാധാനമുള്ളൂ. ആദ്യം എല്ലാം സുനിയേട്ടന് വേണ്ടിയിട്ടായിരുന്നു, പിന്നെ രേഷ്മ തങ്കച്ചൻ എല്ലാം മക്കൾക്ക് വേണ്ടിയിട്ടായി. അത് ഓർക്കുമ്പോഴാണ് ഒരു ആശ്വാസം കിട്ടുന്നത്. എന്തായാലും നമ്മുടെ രാഷ്ട്രപതിയൊക്കെ ഇടപെട്ടിട്ട് മിക്കവാറും ഇമാതിരി അപരാധങ്ങൾ കാണിക്കുന്ന അപരാധി മക്കളെ എല്ലാം കൂടി ഇവിടെ നിന്ന് നിർത്തലാക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞും കൊണ്ട് പല തന്തയില്ലായ്മയും കാണിച്ചും കൊണ്ട് നടക്കും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ സകലമാന കുട്ടികളടക്കം യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനെ നശിച്ച് നാറാണത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഒരു തടയിടൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ്. എന്തായാലും രേണു സുധി സബ്സ്ക്രിപ്ഷനൊക്കെ തുടങ്ങിയിട്ട് അവിടെ ഗാനമേള, അതുപോലെ തന്നെ മണിനാഥം, കുഴലൂത്ത്, ഓടക്കുഴൽ വായനയൊക്കെ നടക്കുന്നു എന്നൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി എത്തി നോക്കി. നമുക്ക് അവിടെ അങ്ങനെ സബ്സ്ക്രിപ്ഷൻ പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന പരിപാടിയൊന്നുമില്ല. പക്ഷെ വേറെ പലരും ചെയ്ത വീഡിയോയിലൊക്കെ കണ്ടിട്ട് നമ്മൾ അതിൽ നിന്ന് ഇങ്ങോട്ട് ചൂണ്ടിയതാണ്. നമുക്കല്ലാണ്ട് ഇവരെ സബ്സ്ക്രിപ്ഷൻ പോയിട്ട് പൈസ കൊടുത്ത് വാങ്ങേണ്ട ഗതികേടില്ല. ഇതിനേക്കാളും നല്ലത് ഞാൻ ആ പൈസ പിച്ചക്കാർക്കും കൊടുത്തിട്ട് ഞാൻ വല്ല സൈറ്റിൽ പോയെന്ന് വേറെ വല്ല അന്തത്തുള്ളതുണ്ട് കാണും. ഇതിനെയൊക്കെ കണ്ടിട്ട് ഞാൻ ഹരം കൊള്ളിക്കുന്നതിലും വേറെ ഞാൻ അത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണെന്ന് കാണാൻ പോകുന്നത്. നിങ്ങൾ കാണുന്നതും ഞാൻ കാണുന്നതും കൺകുളിർക്കെ കാണാം. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു വോയിസ് റെക്കോർഡും കൊടുക്കുന്നുണ്ട്. ഒന്നും പറയാനില്ല. നിങ്ങളൊക്കെ തന്നെ ഇതൊക്കെ കണ്ടിട്ട് പറ. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അപ്പൊ രേണു സുധി, നിന്നെ ഞാൻ ഇനി കുറ്റമൊന്നും പറയില്ല. ഐശ്വര്യമായിട്ട് തുടങ്ങിയിട്ട് നോക്കട്ടെ എന്താണെന്ന് കാണിക്കാൻ പോകുന്ന കലാപരിപാടിയാണെന്ന്. അതുപോലെ തന്നെ ഡോക്ടർ രജിത് കുമാർ നിന്നെയൊക്കെ പോലെയുള്ള ഓരോ സബ്സ്ക്രിപ്ഷൻ അപരാധങ്ങളെയും പറ്റിയിട്ട് പറഞ്ഞതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ട് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്ത് നോക്കും. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നല്ലൊരു ഓപ്ഷനായിട്ടാണ് ഈ പറയുന്ന എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും കൊടുത്തത്. എന്നാൽ കുറെ എണ്ണം ഒരു അപരാധം കാണിച്ചിട്ട് അതിനെ സ്പെഷ്യൽ അപരാധം അപ്പുറത്ത് കാണിച്ചും കൊണ്ട് കച്ചവടമാക്കുന്ന ഒരു തന്ത്രമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിനെയൊക്കെ കാലം നല്ലത് നീയൊക്കെ പോയി തൂങ്ങിത്തീരുന്നതായിരിക്കും ബെറ്റർ, കുറച്ചുകൂടി നല്ലത്. ഉള്ള കാര്യം പറയാമല്ലോ. ഇങ്ങനെ അന്തസ്സില്ലാണ്ട് മാനം വിറ്റ് ഇങ്ങനെ ഒരുമാതിരി സെക്ഷൽ ഫ്രസ്ട്രേഷൻ നിറഞ്ഞവന്മാരെ ഹരം കൊള്ളിപ്പിച്ചുകൊണ്ട് ഇമാതിരി പേക്കൂത്തുകൾ കാണിക്കുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ അതാണ്. ഈ മാനം വിറ്റ് ജീവിക്കുന്നവർക്ക് ഒരു അന്തസ്സുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതെങ്ങനെ ഈ നാട്ടുകാരെ മൊത്തം നിന്ന് നിലത്തിന്ന് കാണിച്ചും കൊണ്ടല്ല കേട്ടോ. അതങ്ങനെയാണ്. അത് ഗതികേടെന്ന് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഞാൻ അവർ സപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. എങ്കിലും പോട്ടെന്ന് വെക്കാം, പോട്ടുപില്ല. അവര് പൊതുസമൂഹത്തിന് ഒരു ബാഡ് മെസ്സേജ് കൊടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ചിന്തിക്കാം. പക്ഷെ നീയൊക്കെ സ്പഷ്ട ഇങ്ങനെ ഒരു അപരാധ കൂട്ടായ്മ തന്നെ ആയി മാറിയല്ലോ. ചിലവരൊക്കെ കോടികൾ മാസം ഉണ്ടാക്കുന്നു. അപ്പൊ ഇത് കണ്ടിട്ട് നമുക്ക് അസൂയാണെന്ന് ചിലപ്പോൾ കുറെ പേർക്ക് തോന്നും. നമുക്ക് അസൂയപ്പെട്ടിട്ടും കാര്യമൊന്നുമില്ല. കാരണം അവരൊക്കെ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അവരുടെ കാര്യങ്ങളാണ് നടന്നു പോകുന്നത്. പക്ഷേ ഇവർ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ അപരാധങ്ങൾ കാണിക്കുന്നതിനെ തുടർന്ന് വളർന്നു വരുന്ന തലമുറ അടക്കം ബാധിക്കുന്ന ആ ഒരു സാധനമാണ് എനിക്ക് യോജിപ്പില്ലാത്ത. എന്തായാലും രണസുന തുടങ്ങട്ടെ. ഇനി നിന്നെ പറ്റിയിട്ട് പറഞ്ഞില്ലെന്ന് വെച്ചിട്ട് നിനക്ക് സങ്കടമൊന്നും വേണ്ട. നമ്മൾ പറഞ്ഞിട്ടേ പോണുള്ളൂ രണസുന. തീർന്ന് 3 സെക്കൻഡിൽ തീർന്ന നന്നായി. 4ാമത്തെ സെക്കൻഡ് ഇടാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും കൂരി അറിഞ്ഞാല ദൈവത്തിനറിയാം, പറയാൻ പറ്റൂല. ഇതെന്താ ഐസ്ക്രീം തിന്നോ? അയ്യേ സത്യം പറഞ്ഞാൽ ഛർദ്ദിക്കാൻ വരണം. നീ ഐസ്ക്രീം കുടിക്കണണ്ടപ്പോ എനിക്ക് ആ ഷെയ്ക്കിന്റെ ഒരു മഹത്വം കൂടി നഷ്ടപ്പെട്ട് ഛർദ്ദിക്കാൻ പറഞ്ഞ പോലെ ആയിപ്പോയി. എന്തോന്നടേ ഇതൊക്കെ. ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞെന്നായിപ്പോ. വേറെ എണ്ണം കാണാം. ഇഷ്ടപ്പെട്ട ജനസുധീര കാല് കണ്ടല്ല? കാണാൻ വേണ്ടി അവിടെ പൈസയും കൊടുത്ത് മുടക്കിയിരിക്കുന്ന അപരാധികളുണ്ടല്ലോ. കണ്ടല്ലോ? നീ കണ്ടില്ല എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാനൊന്നും ഇവിടെ കാണിച്ചതേ ഉള്ളൂ. ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുന്ന കുറെ കഴിപ്പണം കട്ടവന്മാർ ഒന്നും പറയാനില്ല. നിങ്ങൾ ആസ്വദിക്കലാ കൂട്ടന്മാർ. എന്നിട്ട് ഞാൻ ഇനിയിപ്പോൾ എന്ത് പറയുന്നത്? ആസ്വദിച്ചുകൊണ്ടിരിക്കും. ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ കൊടുക്കാം. ആ വീഡിയോ ക്ലിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് വീഡിയോ നല്ല ഒരു ക്ലിപ്പാണ്. ഇത് കണ്ടല്ലോ, കാല് കണ്ടല്ലോ, ആസ്വദിച്ചല്ലോ. അതായത് ഇവളൊരു 35,000 ചെരുപ്പിട്ടിട്ടുണ്ടെന്നുള്ള ഒരു കഥ തള്ളി മറിച്ചിട്ടുണ്ടായിരുന്നു. ഏത്? ഞാൻ ഇട്ടിരിക്കുന്ന ചെരുപ്പ് ആരോ എന്തുവാ 35,000 ചെരുപ്പ് എങ്ങാണ്ടെന്ന്. എടി 350 ആയിരിക്കും. ഇങ്ങനെ തള്ളാതെ കേൾക്കാം. രേണു ചെരുപ്പ് വോയിസ് ഇല്ലേ?
നമുക്ക് വോയിസ് ഇല്ലാതെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ രേണു സുധിയെ പറ്റിയിട്ട് നമ്മൾ എന്ത് കേട്ടെന്നായി പോകും. വോയിസോടെ കേൾക്കാം. ചെരുപ്പ് പുതിയ ചെരുപ്പല്ലേ? ഇമ്പോർട്ടഡ് ആണ്. എത്ര വയസ്സായി? ഇത് എവിടെ നിന്നാണ് എനിക്കറിയില്ല, ഇവര് തന്നെ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അതിന്റെ വില 35,000 രൂപ. എനിക്ക് എന്താ എവിടെ നിന്നൊന്നും അറിയത്തില്ല. അവർ എന്നെ പുറത്തുനിന്ന് കൊണ്ടുവന്നു. എവിടെ നിന്ന്? പുറത്തുനിന്ന് ചാലക്കത്തുന്ന എവിടെ നിന്ന്? ചാല കുറച്ച് കാണുന്നില്ല. അവിടെയാണ് സാധാരണ നമുക്ക് വില കുറച്ച് സാധനങ്ങൾ കിട്ടും, അങ്ങനെയൊക്കെ. ഓക്കെ, എന്നിട്ട് 35,000. 35,000. ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും പറയുന്നില്ല, ഞാൻ പറയുന്നില്ല. 35,000 തള്ളി തള്ളി അങ്ങോട്ട് മറിക്കുകയാണ്. അതിൽ 35,000 എന്ന് ഇവള് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആ ചെരുപ്പ് ഒന്ന് കാണാം. ഇതാണ് ആ ചെരുപ്പ് അല്ലേ? ഓക്കെ, ഇതാണല്ലോ. എന്തോന്ന് ഗുഡ് ഏതോ ചാത്തനാണെന്ന് തോന്നുന്നു. എന്തായാലും പോട്ട്, ഗുഡാ എന്ത് തേങ്ങയിലാവട്ടെ. അങ്ങനെ ഇതാണ് ചെരുപ്പ്. കണ്ടല്ലോ, ഓൺലൈനിൽ ഈ സാധനത്തിന് 849 രൂപയേ ഉള്ളൂ. കണ്ടല്ലോ, അതേ സെയിം സാധനം. കളർ വേറെയാണ്. ഇപ്പം ഞാൻ എടുത്ത കളർ വേറെയാണ്. ചോപ്പിനും ഇതേ റേറ്റ് തന്നെയാണ്. എല്ലാത്തിനും ഒരേ റേറ്റ് തന്നെയാണ്. പോട്ട് 1000 രൂപ ഇട്ടോ. ഈ 34,000 രൂപ, 34,000 രൂപ ഈ പൊന്നാരമ്പോൾ എന്നാത്തിനാ കയറ്റി വെച്ചത്? സഹിക്കാൻ വയ്യടെ. ഞാൻ സീരിയസ്ലി പറയാം, ഇവളുടെ തള്ളു കേട്ട് ഞാൻ ജീവിതം പുറത്തിരിക്കുകയാണ്. എങ്ങനെയാണ് തള്ളാൻ സാധിക്കുന്നത് എനിക്ക്? 10,000 രൂപയ്ക്കകത്തുള്ള ചെരുപ്പിന് 35,000 രൂപയാണ്. ഇത് ഞാൻ ഇമ്പോർട്ട് ചെയ്തതാണ്. അവര് അവിടെ നിന്ന് പുറത്തുനിന്ന് തന്നു വിട്ടാണ്. എവിടെ നിന്ന് യാറ് അടിയുന്നു? ഇതിന് മാത്രം പുറത്ത് പോകുമ്പോൾ നിനക്ക് 35,000-ന് 40,000-ന് 50,000-ന് ചെരുപ്പും ഡയമണ്ട് അതും ഇതൊക്കെ വാരിക്കോരി തരാൻ നീ ആര്? അപ്പം നീ അവിടെ എന്തോന്ന് വേറെ എന്തെങ്കിലും ബിസിനസ്സാണ്? എനിക്കറിയില്ല. കസ്റ്റമേഴ്സ് തന്നതാണെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് തള്ളി മറിക്കുന്നുണ്ട്. ഇനാഗ്രേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ 35,000-ന്റെ ഗിഫ്റ്റ്. ഇതെന്തുവാ ഇത്? ഒന്നും പറയുന്നില്ല. ഞാൻ പണഞ്ഞെന്നായിപ്പോവും. ഇനി നമ്മുടെ ഓഡിയൻസ് ആയിട്ടുള്ള ഒരു ചേച്ചി എനിക്ക് അയച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. രേണുവിന്റെ ഇപ്പോഴത്തെ കോപ്രായങ്ങളെ പേക്കൂത്തുകളെ പറ്റിയിട്ടാണ് അവർ എന്നോട് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ എന്തായാലും കൊടുക്കാം, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അല്ലേ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ അപരാധി മോള് രേഷ്മ പി തങ്കച്ചൻ എന്നായി എന്ന് പറഞ്ഞിട്ട് പുതിയ പോസ്റ്റ് വന്നിട്ടില്ലേ? രേണു സുധി എന്നുള്ള പേര് മാറ്റി. രേണു സുധി എന്നുള്ള പേര് അവൾക്ക് വന്നത് അവൾ സ്വന്തമായി ഇട്ട പേരാണ് രേണു. സുധീനെ കല്യാണം കഴിച്ചപ്പം അവൾ ഒഫീഷ്യൽ നെയിം ഇസ് ഓൾവേസ് രേഷ്മ പി തങ്കച്ചൻ. അത് ഗസറ്റിൽ മാറ്റിയിട്ടൊന്നുമില്ല. ആസ് ലോങ് ആസ് നമ്മളെ പേര് ഗസറ്റിൽ മാറ്റാണ്ട് നമ്മളെ പേര് ഒരിക്കലും ഒരു ലെറ്റർ പോലും മാറ്റാൻ പറ്റില്ല. ബാക്കി എന്നിട്ടല്ലേ എവിടെയും രേഷ്മ പി തങ്കച്ചൻ ഗസറ്റിൽ പേര് മാറ്റിയതായിട്ടില്ല. ഇത് കുറച്ച് ദിവസമായിട്ട് നമ്മളെല്ലാം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോഴാണ് പേര് ഒറിജിനൽ നെയിമിൽ ആൾ വന്നിരിക്കുന്നത്. ഒറിജിനൽ നെയിം മാത്രമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അതാണ് അവളുടെ ഒഫീഷ്യൽ നെയിം. സുധീനെ കല്യാണം കഴിച്ചുകൊണ്ട് സുധി എന്നുള്ള പേര് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. പക്ഷേ ഇപ്പോൾ ഒരു ജോലി സ്ഥലത്തെല്ലാം ആണെങ്കിൽ നമ്മൾ ജോലിക്ക് കയറുമ്പോൾ മുതൽ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നവരെ നമ്മൾ മെയ്ഡൻ നെയിമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഗസറ്റിൽ കൊടുത്ത് മാറ്റി ഭർത്താവിൻ്റെ പേര് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യലി ഇപ്പം ഓരോ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഒഫീഷ്യലി നമ്മളെ പേര് ഹസ്ബൻഡിൻ്റെ പേര് കൂടെ കൂട്ടിയിട്ട് ആക്കാം. അല്ലെങ്കിൽ നമ്മൾ നോർമൽ മെയ്ഡൻ നെയിം അച്ഛനും അമ്മയും ഇട്ട പേര്, അപ്പൻ്റെ പേരായിരിക്കാം അവസാനം, അല്ലെങ്കിൽ ഇനീഷ്യലായിരിക്കാം, പല വിധത്തിലുമായിരിക്കാം. അപ്പം അത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവൾ ഈ പുതിയ സബ്സ്ക്രിപ്ഷനും കുന്ത്രാണ്ടൊക്കെ വന്നപ്പം ബ്ലൂടിക്കിൻ്റെ പേരും പറഞ്ഞ് അവളുടെ ഒറിജിനൽ നെയിം, അവളെ മെയ്ഡൻ നെയിം അത് മാത്രമേ വരുള്ളൂ. അവൾ ഒരിക്കലും ഒരു സ്ഥലത്തും പേര് ഗസറ്റിൽ മാറ്റിയതായിട്ട് രേഷ്മ പി തങ്കച്ചൻ ഇല്ല. പിന്നെ സുധി എന്നുള്ള പേര് കല്യാണം കഴിച്ചപ്പോൾ കൂടെ കൂട്ടി, അത്ര തന്നെ. രേണു നോളൊക്കെ ഇട്ട പേരാ, വേറെ ആരും ഇട്ട പേരല്ല. അപ്പം അതങ്ങനെയല്ല ഒരു കാര്യം. രണ്ടാമത്തത് 35,000 രൂപേൻ്റെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് കാണിച്ചു എന്ന് പറഞ്ഞു. ആമസോണിൻ്റെ ലിങ്ക് ഞാൻ അയച്ചുതരാം. ആമസോണിൽ അതേ ഡ്രസ്സ് അവൈലബിൾ ആണ്. 422 രൂപ അതിൻ്റെ വില. ആ രേണു ഇട്ട ഡ്രസ്സിന് നിങ്ങൾ ഫോട്ടോ എടുത്ത് നിങ്ങൾ ആ ഡ്രസ്സിനെ ആമസോണിലൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. 422 റുപ്പീസ്, അതാണ് ആ ഡ്രസ്സിൻ്റെ വില. ആ ഒരു കുട്ടിപ്പാവാട, എന്താ വള്ളിപ്പാവാട, കറുത്ത ടോപ്പും സെയിം സാധനം, സെയിം ബട്ടൺ വരെ മാറാണ്ട്. ആ സാധനം ഓൺലൈൻ അവൈലബിൾ ആണ്. ആമസോൺ എന്ന് പറയുന്ന
ഷോപ്പിംഗ് സൈറ്റിലുണ്ട്. അതിൻ്റെ വില 422 രൂപ. അതേമാതിരി 10-50,000 രൂപേൻ്റെ ചെരുപ്പാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു ചുമന്ന ചെരുപ്പ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ വില 849 റുപ്പീസ്. അത് ആ സെയിം സാധനം അതും ആമസോണിൽ അവൈലബിൾ ആണ്. സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഇതിൻ്റെ കൂടെ പിൻ ചെയ്യാം. ഈ 2 സാധനങ്ങളും എന്തിനാ ഇങ്ങനെ വില കൂട്ടി പറയുന്നത് എനിക്കറിയില്ല. കൈ കിടക്കുന്ന മോതിരം ലക്ഷങ്ങൾ വിലയില്ല എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് സണ്ണി ഡയമണ്ട്സിൻ്റെ സൈറ്റോ അല്ലെങ്കിൽ ഏത് സൈറ്റോ, നമ്മളെല്ലാം ഡയമണ്ട്സ് വാങ്ങിക്കുന്ന ആൾക്കാർ, എൻ്റെ കയ്യിലും ഉണ്ട് ഡയമണ്ടിൻ്റെ സാധനങ്ങളെല്ലാം. ഞാൻ ഇടുന്ന ഒരാളാണ് ഡയമണ്ട്. ബട്ട് ഒരു 2-3 സ്റ്റോണുള്ള ഒരു ഡയമണ്ടിൻ്റെ ഒരു മോതിരത്തിന്, അതും അത്ര നേരിയൊരു മോതിരത്തിന്, നോർമലി ഡയമണ്ട് 24 ക്യാരറ്റിലോ 22 ക്യാരറ്റിലോ ആയിരിക്കില്ല, 18 ക്യാരറ്റ് ആയിരിക്കും. ചിലത് 14 ക്യാരറ്റിലും ഉണ്ടാവും. 14 ക്യാരറ്റ് ഗോൾഡ് അല്ലെങ്കിൽ 18 ക്യാരറ്റ് ഗോൾഡ് ആയിരിക്കും അതിൻ്റെ ലോഹം. ഗോൾഡിൻ്റെ ഡയമണ്ട്സിന് ചെറിയ ഉണ്ണി ഡയമണ്ട്സാണ് ഇട്ടേക്കുന്നത്. അതിന് ഏറിപ്പോയാൽ 12,000-14,000 ഉറുപ്പ്യ ഉണ്ടാവും. അതിൽ കൂടുതലുണ്ടാവില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ കൂടെ വേറൊരു ലിങ്കും കൂടെ അയക്കാം. അത് ഫുൾ ഡയമണ്ട്സും 2 ക്യാരറ്റ് ഒരു ഡയമണ്ടിൻ്റെ നടുവിലൊരു വലിയ സ്റ്റോണും വെച്ചിട്ടുള്ള, അതിന് 49,000 ഉള്ളൂ സണ്ണി ഡയമണ്ട്സിൽ. അപ്പം ചുമ്മാ തള്ളി മറിക്കാതെ ഈ കണ്ട എന്താ പറയുക, ലോക്കൽ സൈറ്റ്സിൽ നിന്ന് വാങ്ങുന്ന ഡ്രസ്സ് ഇട്ടിട്ട് 35,000 എന്ന് പറയാതെ ഒരു എന്താ പറയുക മര്യാദയുടെ ഒരു പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ, നമ്മളെപ്പോലത്തെ ആൾക്കാർ വെറുതെ വിടും. അല്ലെങ്കിൽ നമ്മൾ ഇതിന് ചകയും. ഡെഫിനറ്റ്ലി ചകഞ്ഞ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് വിളിച്ച് പറയുകയും ചെയ്യും. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. കേട്ടല്ലോ. അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10,000 രൂപയ്ക്ക് വാങ്ങിച്ചതാണെങ്കിൽ അത് 1.5 ലക്ഷം രൂപയ്ക്ക് പറയും. അടുത്ത് ഒരു 100 രൂപയ്ക്ക് വാങ്ങിച്ചതാണെങ്കിൽ അത് 10,000 രൂപയ്ക്ക് പറയും. ഇതാണ് രേണുസുധിയുടെ കണക്ക് പട്ടിക. ഇത് കണക്കറിഞ്ഞൂടാത്തതുകൊണ്ടാണോ വിവരമില്ലാത്തത് കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. ഒന്നില്ല അങ്ങ് തള്ളി അങ്ങ് മറിയും. എന്തിനാണ് ഈ അല്പത്തനം കാണിക്കുന്നത്? ഞാൻ എന്തോ വലിയ ഓടീശ്വരിയാണ്, റിച്ച് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവിടെ സാധാരണ നമ്മളൊക്കെ നമ്മുടെ വരുമാനം പോലും ആരും പറയത്തില്ല. സീരിയസ്ലി നമ്മുടെ വരുമാനം നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോകും. അല്ലാണ്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മാസം ഇത്ര ലക്ഷങ്ങളുണ്ട്, ഇത്ര കോടികളുണ്ട് എന്നൊന്നും പറഞ്ഞ് നമ്മൾ പട്ടി ഷോ ഒന്നും കാണിക്കത്തില്ല. പിന്നെ ആകെ നമ്മൾ പട്ടി ഷോ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചിലപ്പോൾ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ ഈ പറയുന്ന ഗോൾഡോ കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വരും. അത് വന്നാലും നമ്മൾ നാട്ടുകാരത്ത് വിളിച്ചുകൊണ്ട് പറയാം ഞാൻ ഇത്ര പവൻ, ഒരു 10 പവൻ, 5 പവൻ, 15 പവൻ എന്നൊന്നും വിളിച്ച് പറഞ്ഞുകൊണ്ടൊന്നും നടക്കാറൊന്നുമില്ല. അതാരും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കാറില്ല. ഇത് ചുമ്മാ വന്നിട്ട് എൻ്റെ അത് ഒരു പവൻ, ഇതിപ്പം 1 പവൻ സ്വർണ്ണം സാധാരണ 1 ലക്ഷം രൂപയാണെങ്കിൽ ഇവളിട്ട് കഴിഞ്ഞാൽ അത് 3 ലക്ഷം രൂപയാവും. അതാണ് കണക്ക്. എന്തുവാടെ ഇവള് എന്ത് തള്ളിമറിക്കലോ എന്തോ എനിക്കറിയാൻ പാടില്ല. എടാ എല്ലാവരും ഇങ്ങനെയൊന്നും അല്ല ഒരു മനുഷ്യന്മാരും. എല്ലാവരും ചിലപ്പോൾ നമ്മൾ പ്രൗഢിയായിട്ടൊക്കെ കാണിക്കാറുണ്ട്, ഷോ ഓഫ് ഒക്കെ കാണിക്കാറുണ്ട്, മനുഷ്യന്മാരല്ലേ, ഓക്കെ. എന്ന് വെച്ചിട്ട് ചുമ്മാ 100 രൂപയ്ക്ക് വാങ്ങിച്ചത് 10,000 രൂപയാണ്, 1 ലക്ഷം രൂപയാണെന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുമ്പോൾ അത് എന്തോ ഒരു നിലവാരമില്ലായ്മയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് അല്പത്തനമാണ്, സീരിയസിൽ അല്പത്തനമാണ്. ഇത് ഒന്നും കാണാതെ കിടക്കുന്നവന്റെ കണ്ണില് 10 പുത്തം കാണുമ്പോൾ അവന് കണ്ണ് മഞ്ഞളിക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ആ ഒരു പ്രൊസീജിയറാണ് എനിക്ക് രേണുസുധിയെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. സീരിയസ്ലി ഒന്നുമില്ലാതെ നക്കി തിന്നാൻ നല്ലിരിപ്പില്ലാതെ നടന്നിട്ട് പെട്ടെന്ന് എന്തൊക്കെ 10 പൈസ ഉണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. എന്തൊക്കെയോ പട്ടിഷോയോ എന്തൊക്കെയോ പ്രഹസനങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുകയാണ്. ഞാനെന്ന ഭാവം എടുത്തിട്ടുകൊണ്ട് നടക്കുകയാണ്. എന്തോന്നുണ്ട് ഇതാണ് പറയുന്നത്. അർഹതയില്ലാത്തവന്റെ കയ്യിൽ ഒരു തേങ്ങ കൊടുക്കരുതെന്ന്. കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഇതുപോലെ എടുത്തിട്ട് പിച്ച് ചീന്തി കളയും. പണ്ട് ചിലവരൊക്കെ പറയുന്ന കേട്ടുണ്ട്. അതായത് അത്യാവശ്യം പൈസ ഉള്ള പയ്യന്മാരുണ്ടെന്ന് വെച്ചോ, അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള കുടുംബത്തിലുള്ള പയ്യന്മാരുണ്ടെന്ന് വെച്ചോ, അങ്ങനെയുള്ള ഒരു പാവപ്പെട്ട വീട്ടിൽ പോയി പെണ്ണെടുക്കരുതെന്ന് പണ്ടുള്ളവർ പറയും. അപ്പൊ ഞാനിത് അന്വേഷിച്ചു, ഇതെന്താ ഇവർ ഇങ്ങനെ പറയുന്നേ, ഇങ്ങനെ എന്താ ഇവർ പറയുന്നത്? ഈ പഴയ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കത് ഇപ്പോഴും യോജിപ്പൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരും ഇതുപോലെയാണ്. അത് പാവപ്പെട്ട വീട്ടിലുള്ള പിള്ളേരെല്ലാവരും അങ്ങനെ ആണെന്ന് പറയാൻ പറ്റത്തില്ല, മനസ്സിലായി? അത് ചിലവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്. ചിലവർ ഇതുപോലെ ചീഞ്ഞളിഞ്ഞ കേസുകളായിരിക്കും. ഒന്നും കാണാതെ കടന്ന് കാണുമ്പോൾ തിളയ്ക്കുന്ന തിളപ്പ്. അപ്പൊ പണ്ടുള്ളവർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അമ്മച്ചിമാരൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ഒന്നുമില്ലാത്ത വീട്ടിൽ പോയിട്ട് പെണ്ണെടുക്കാൻ നിൽക്കരുത്. കാരണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവള് 10 പൈസ കാണുമ്പോൾ അവൾക്ക് പിന്നെ കുന്തളിപ്പായിരിക്കും. അവൾക്ക് പിന്നെ ചുറ്റുമുള്ള ഒന്നും ഓർമ്മ കാണത്തില്ല, മറന്നു പോകും. അവള് പിന്നെ വേറൊരു ലെവലിലായിരിക്കും. പരിസരം മറക്കും, സുഹൃത്തുക്കളെ മറക്കും, കൂടെ ഉള്ളവരെ മറക്കും. കാരണം ഒന്നുമില്ലാതെ കിടന്നിട്ട് 10 പൈസ കാണുമ്പോൾ കുന്തളിപ്പ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ബേസിക്കലി ആ പോയിന്റ് യോജിക്കുന്നില്ല. കാരണം പാവപ്പെട്ട വീട്ടിൽ നിന്നുള്ള പെണ്ണുങ്ങളൊക്കെ അടിപൊളിയായിട്ട് ജീവിക്കുന്നവരുണ്ട്. നല്ല കാശുള്ള വീട്ടിലുള്ള പയ്യന്മാരൊക്കെ കെട്ടിക്കൊണ്ടുപോയാലും നല്ല അടിപൊളിയായിട്ട് കണ്ടറിഞ്ഞ് ജീവിക്കുന്ന പിള്ളേരുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട്
അതങ്ങനെ നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല, എങ്കിലും പലരും പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ. അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒന്നുമില്ലാതെ കിടന്ന ടീമുകളിൽ പെട്ടിട്ടുള്ള ഒരു സാധനമാണ് ഈ രേണു സുധിയും ഫാമിലി. പെട്ടെന്ന് 10 പൈസ ഉണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കിടന്ന് പിടയ്ക്കുക. ഇതങ്ങനെയൊന്നും ചെയ്യരുത്, അങ്ങനെയൊന്നും ചെയ്യരുത്. അത് അഹങ്കാരമാണ്. ഇങ്ങനെ കിടന്ന് കുന്തളിപ്പ് കാണിച്ചിട്ട് എന്നാ ഹീരോത്വം ഉണ്ടാക്കാന്? ഇത് വിവരം ബോധം പൊക്കണം കാണിക്കടി, ഏപ്രാച്ച് സുഖം കാണിക്കരുത്, കോപ്പ് ബാക്കി. പിന്നെ ഈ പ്രാവശ്യം നാട്ടിൽ വരുമ്പം പെട്ടിയുടെ എണ്ണം കുറവുണ്ട്. അത് ആ ഇത്ത പറഞ്ഞതിൻ്റെ പേരിൽ ചെക്കിങ് ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് കൊണ്ടുവരാനെന്നുള്ളത് എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ്. ഒരു പെട്ടി മാത്രമേ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളൂ. ഒരു പെട്ടി പിടിച്ചു വെച്ചു, കസ്റ്റംസ് പിടിച്ചു. അത് സുധിച്ചേട്ടൻ്റെ പെട്ടി പൊട്ടി കിട്ടി എന്നൊക്കെ പറഞ്ഞ് സുധിച്ചേട്ടൻ്റെ പെട്ടി ആദ്യം കാണിച്ചിട്ടുണ്ടായി. ലക്ഷ്മി നക്ഷത്ര വന്ന് ഒരു ഹോം ടൂർ പോലെ കാണിച്ചപ്പം ഒരു ബാഗിൻ്റെ അകത്തുനിന്ന് സുധി മരിക്കുമ്പോൾ ഇട്ട ഡ്രസ്സ്, പിന്നെ സുധീൻ്റെ പെർഫ്യൂം, അതുമാതിരി ഒരു ബ്രൗൺ പെട്ടി. അതിൻ്റെ കളറ് ബ്രൗൺ ആയിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ കുറേ നേരമായി തപ്പുന്നു, പക്ഷെ കിട്ടിയില്ല. എന്നാലും ഞാൻ തപ്പി കണ്ടുപിടിച്ച് ഞാൻ അയച്ചു തരാം. ഇതല്ല പെട്ടി, ഇതൊരു പുതിയ പെട്ടിയാണ്. വെള്ള നീലയും കറുപ്പും മഞ്ഞയൊക്കെ ആയിട്ടുള്ള പുതിയ പെട്ടിയാണ്. അല്ലാണ്ട് അത് സുധിച്ചേട്ടൻ്റെ പെട്ടിയല്ല. അതല്ല, അത് സുധിച്ചേട്ടൻ്റെ പെട്ടിയാണോന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ബട്ട് അതല്ല ആദ്യം സുധീൻ്റെ പെട്ടി എന്ന് പറഞ്ഞിട്ട് കാണിച്ച് ഒരു കബേർഡിൻ്റെ അകത്തുനിന്ന് എടുത്ത്. നമ്മളിത് നേരത്തെ ട്രാക്ക് ചെയ്യുന്നില്ല എന്നല്ല, ബട്ട് കുറച്ചധികമാകുമ്പം നമുക്കൊരു എന്താ പറയുക, വളരെ ഒരു ഡേർട്ടി ഫീല് തോന്നുന്നു. വളരെ മോശം. തറാന്നുമല്ല, തറേനേക്കാളും തറ. തത്തറ എന്നൊക്കെ പറയും. തറയേക്കാൾ തറ എന്താ? തത്തറ, അല്ലാണ്ടൊന്നും പറയാനില്ല. രേണു എന്ത് വേടെ കിടന്ന് ഈ പടക്കൻ അല്പന ഐശ്വര്യം കിട്ടിക്കഴിഞ്ഞാൽ അവൻ അർദ്ധരാത്രിയും കയറി കുട പിടിക്കുമെന്ന് പറയുന്ന ഒരു പട്ടികയിൽ പെട്ടിട്ടുള്ളതാണ് ഈ രേണുവൊക്കെ. പക്ഷെ എന്ത് പറയാൻ, എന്തായാലും സബ്സ്ക്രിപ്ഷനിൽ കിടന്ന് അപരാധങ്ങൾ കാണിക്കുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് നമ്മുടെ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇവിടെ മാത്രമൊന്നുമില്ല, ഇവിടെ മാത്രം ബാൻ ചെയ്യാനൊന്നുമില്ല ഞാൻ പറയുന്നത്. സകലമായ അപരാധങ്ങൾ കാണിക്കുന്ന എല്ലാത്തിനും ബാൻ ചെയ്യണം. ഒരക്കൗണ്ട് പോലും വെച്ചേക്കില്ല. നമ്മുടെ ഗാംബ്ലിങ് ബെറ്റിംഗ് ഒക്കെ ഒരിക്കൽ തീർത്ത് കളഞ്ഞില്ല, അതുപോലെ തീർത്ത് കളയണം. ഒരെണ്ണത്തിനെ വെച്ചേക്കില്ലേ. ഇനി അടുത്ത് ഇവർ പറയുന്ന ബാക്കി കേട്ട് നോക്കാം. പൈസ ഉണ്ടാക്കുന്നതൊക്കെ സബ്സ്ക്രിപ്ഷൻ്റെ പക്ഷേ ശരീരം കാണിച്ച് സബ്സ്ക്രിപ്ഷൻ വാങ്ങിക്കുന്നതിൽ എനിക്ക് തീരെ അഭിപ്രായമില്ല. ഏതൊരു സ്ത്രീയാണെങ്കിലും വിധവേൻ്റെ എന്താ പറയുക, വിധവകൾക്ക് വേണ്ടി സംസാരിക്കുന്നു, അച്ഛനില്ലാത്ത മക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നു, അങ്ങനത്തെ ഒരു സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം ശരീരം തുറന്നു കാണിച്ച് ആണുങ്ങളെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനെ വശീകരിക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശം. അത് തറ എന്നല്ല, തത്തറ എന്ന് വേണമെങ്കിൽ പറയാം. കറക്റ്റ് അല്ലേ? തറയല്ല, അത് അത്രയാണ്. ഇമാതിരി ടീംസിനെയൊക്കെ സത്യം പറഞ്ഞാൽ അടുപ്പിക്കാൻ കൊള്ളത്തില്ല. ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഉളുപ്പില്ലാതെ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത്? ഇന്ന് ഓട്ടിടാൻ പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ഇമാതിരി അപരാധമൊക്കെ കാണിച്ച് കൂട്ടിയിട്ട് ഈ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ? എനിക്ക് അതാണ് ബേസിക്കലി മനസ്സിലാവാത്തൊരു കാര്യം. സീരിയസ്ലി എനിക്ക് അതിൻ്റെ ഒരു കണക്ഷൻ ഇതുവരെ എനിക്ക് പിടിയിട്ടിട്ടില്ല. ഇമാതിരി അപരാധങ്ങൾ കാണിച്ചിട്ടും ഈ പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞിറങ്ങി നടക്കുന്നുണ്ടല്ലോ, ഒന്നും പറയാനില്ല. ഇതൊക്കെ എന്ത് വധൂര ടീമുകളെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മനുഷ്യന്മാർ ഇങ്ങനെ അതപ്പതിക്കും ഇവിടെ. എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ഇത്രയും അതപ്പതിച്ച് പണ്ടറടങ്ങി പോകും മനുഷ്യന്മാർ. എന്തുവാ ഇത്? എന്താ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ? ഇതെന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നേ? ഒരു പിടിയും കിട്ടുന്നില്ല, ദൈവത്തിനറിയാം. ഇതെന്ത് തേങ്ങ? നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നടക്കുന്ന കാലഘട്ടങ്ങൾ. ഏത് കാലഘട്ടം? രേണു സുധിയുടെ കാലഘട്ടം. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല, നിങ്ങളൊക്കെ തന്നെ പറ. ഇതൊക്കെ എന്തോന്നില്ലേ? കുറേ വധൂരി ടീംസുകൾ. എനിക്ക് കിച്ചു ബാക്കി 80% കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കാര്യത്തിൽ തീരുമാനമാവും. അതെന്തായാലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവർ ഫാമിലിയായിട്ടൊക്കെ തന്നെ ഇരുന്ന് ചർച്ച ചെയ്ത് എല്ലാം തടഞ്ഞു ഗൈസ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയൊരു വീഡിയോ ഇടണം.